ഹലോ എവരിവൺ, വെൽക്കം ടു ബെൻസിൽ ലേണിംഗ്. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് CSIR നെറ്റ് എക്സാമിനേഷൻ്റെ സിലബസിനകത്ത് റിവിഷൻ വന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാർത്തകൾ എല്ലാവരും കാണുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെ വിഷയങ്ങൾക്കാണ് അതിൻ്റെ സിലബസ് റിവിഷൻ വരുന്നത്, അത് ഏത് എക്സാമിനേഷനിലാണ് അഫക്റ്റ് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി വരാൻ പോകുന്ന ജൂൺ എക്സാമിനേഷനിൽ സിലബസ് ചേഞ്ച് ഉണ്ടോ, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആകുമോ തുടങ്ങിയ പല സംശയങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ ക്വിക്ക്ലി വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടി പോകുന്നത് CSIRൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലി നമുക്ക് വന്നിട്ടുള്ള സോഴ്സ് മാത്രം അടിസ്ഥാനമായിക്കൊണ്ടാണ്. സോ CSIR HRDG ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡേറ്റഡ് 13th April 2026 ഒരു നോട്ടീസ് കാണാനായിട്ട് കഴിയും. സോ ആ നോട്ടീസ് പ്രകാരം ഇറ്റ്സ് എ കൺസൾട്ടേഷൻ ഫ്രോം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ ദ പ്രൊപ്പോസ്ഡ് റിവൈസ് സിലബസ് ഫോർ 4 ഡിസിപ്ലിൻസ് ഓഫ് CSIR UGC നെറ്റ് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ CSIR UGC നെറ്റ് എക്സാമിനേഷൻ എന്നുള്ളത് ഒരു കൊല്ലത്തിൽ 2 വട്ടം 5 വിഷയങ്ങൾക്കായിട്ട് നടത്തുന്നതാണ്. നെയിംലി കെമിക്കൽ സയൻസ്, ഈ പറഞ്ഞ എർത്ത് സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസസ് ആൻഡ് ലൈഫ് സയൻസസ്. ഈ 5 വിഷയങ്ങൾക്കാണ് നെറ്റ് എക്സാമിനേഷൻ ഇയർലി ട്വൈസ് നടത്തുന്നുണ്ടാവുക, CSIR നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ലൈഫ് സയൻസ് എന്നുള്ളത് ഇത്തവണ മേ ബി ന്യൂസിൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. DBT JRF കമ്പൈൻഡ് ആയിട്ട് ഡിസംബർ മുതൽ ഒരു യൂണിഫൈഡ് എക്സാമിനേഷൻ ആയിട്ട് നടത്തുന്ന രീതിയിൽ ഓൾറെഡി CSIRൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈഫ് സയൻസ് ഒഴിച്ചു നിർത്തി മറ്റ് 4 വിഷയങ്ങൾക്ക് കൂടെ ആയിട്ടാണ് ഈ പറഞ്ഞ ഒരു സിലബസ് റിവിഷൻ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അത് ഫൈനലല്ല, ഒരു പ്രൊപ്പോസൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ വായിക്കാനായിട്ട് കഴിയും. മറ്റ് കാര്യങ്ങൾ നമുക്ക് റെലവൻ്റ് ആയിട്ട് വരുന്നില്ല. സോ കറൻ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കെമിക്കൽ സയൻസിൻ്റെ എക്സിസ്റ്റിംഗ് ആൻഡ് റിവൈസ്ഡ് സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ആ വെബ്സൈറ്റിൽ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പോകുന്നത് ഈ ഒരു PDF-ലേക്കായിരിക്കും. ആൻഡ് ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് ക്വിക്ക്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും CSIR നെറ്റ് എക്സാമിനേഷൻ ലാസ്റ്റ് സിലബസ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടക്കുന്നത് 2017 ജൂൺ മുതൽ നടക്കുന്ന ഒരു സിലബസ് റിവിഷനാണ്. 2017 ജൂൺ മുതൽ, വിച്ച് മീൻസ് റഫ്ലി ഒരു 9 years ആയി. അപ്പോൾ 2017 ജൂൺ മുതൽ കഴിഞ്ഞ 2025 ഡിസംബർ നെറ്റ് എക്സാമിനേഷൻ വരെ ഫോളോ ചെയ്തിരുന്ന സിലബസ് സെയിം തന്നെയാണ്. ആ സിലബസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കാണാൻ കഴിയും, വളരെ ഷോർട്ടായിട്ടാണ് സിലബസിനകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കെമിക്കൽ പീരിയോഡിസിറ്റി കഴിഞ്ഞു, അത്ര മാത്രമാണ് സിലബസിലെ പേര്. അതല്ലാതെ മറ്റ് സബ് ടോപ്പിക്സോ മറ്റു കാര്യങ്ങളൊന്നും വിശദമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ അവിടെ ഇല്ല. അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ ഗ്രൂപ്പ് അത്യാവശ്യം വലിയൊരു മൊഡ്യൂളാണ്. അത് പറയുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്, അലോട്രോപ്പി, സിന്തസിസ്, സ്ട്രക്ചർ, ബോണ്ടിങ്, ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, ഇത്ര പറയുന്നുള്ളൂ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നൊരു മൊഡ്യൂളാണ്. സോ നെറ്റ് എക്സാമിനേഷൻ സിലബസ് എന്നുള്ളത് ഇതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കംപ്ലീറ്റ് ചാപ്റ്ററിന് ഒരു വാക്ക് അങ്ങനെ മാത്രമായിരുന്നു. എന്നാൽ അതിനെ ആ ഒരു രീതി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രി എന്നും, അതുപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിയാൽ മതി, ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ദെൻ ഓർഗാനിക് കെമിസ്ട്രി, ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടായിരുന്നു സിലബസ് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ പുതിയ സിലബസ് പ്രകാരം അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയില്ല. പുതിയ സിലബസിനകത്ത് വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ്ലി കെമിക്കൽ സയൻസസ്, അപ്പോൾ കെമിസ്ട്രി എന്ന വിഷയത്തിനകത്ത് തന്നെ ഫ്രം ദ ബേസിക് ടുവേർഡ്സ് ദ അഡ്വാൻസ് ടോപ്പിക്സ് ഒരു ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മാറ്റങ്ങളാണ് വരുന്നത്. ഒന്ന്, ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ എന്നുള്ള ക്ലാസിഫിക്കേഷൻ എടുത്ത് കളഞ്ഞു, പകരം ക്ലബ്ബ് ചെയ്ത ഒരു സിംഗിൾ കെമിസ്ട്രി എന്നുള്ളൊരു ഒറ്റ ആസ്പെക്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചേഞ്ച്, സിംഗിൾ വാക്കുകളിലൊക്കെ എഴുതിയിരുന്ന എല്ലാ ടോപ്പിക്കുകളും അത് ഡീറ്റെയിൽഡ് ആക്കി മാറ്റിയെന്ന് മാത്രം. സോ ഒരു സ്റ്റുഡൻറ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല. കാരണം അയാൾ ഓൾറെഡി ഇപ്പോൾ ബെൻസിൽ പോലെ അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ കോച്ചിങ് കൊടുക്കുന്ന ഒരു കോച്ചിങ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ പറയുന്ന ടോപ്പിക്കിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതല്ലാതെ ഇനി പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് മറ്റു ഒരുപാട് കാര്യങ്ങൾ വരിക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു സിലബസ് ഓവറോൾ ഒന്നും കൂടെ വെൽ ഡിഫൈൻഡ് ആക്കി മാറ്റി, ഒന്നും കൂടെ സ്ട്രക്ചർഡ് ആക്കി മാറ്റിയെന്ന് മാത്രം. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇത് ഓരോന്നും വായിച്ചതിൻ്റെ ടൈം കളയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ, അത് ക്വാണ്ടം കെമിസ്ട്രിയുടെ ബേസിക്സിൽ നിന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴത്തേക്ക് MO തിയറി, VB തിയറി. അപ്പോൾ നമ്മുടെ ഇനോർഗാനിക്കിനകത്ത് MO VB തിയറീസും ക്വാണ്ടത്തിൽ MO VB തിയറിയും കൂടെ ക്ലബ്ഡ് ആയിട്ടാണ് ഒരു സിംഗിൾ മൊഡ്യൂളായിട്ട് കാണിക്കുന്നത്. ആൻഡ് ദെൻ 3rd ചാപ്റ്ററായിട്ട് പറയുന്നത് ഓർഗാനിക്കിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള നോമൻക്ലേച്ചർ കാര്യങ്ങളാണ്. 4th മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് തിയറിയും സ്പെക്ട്രോസ്കോപ്പിയും കൂടെ ക്ലബ്ഡായി. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ജസ്റ്റ് ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പി മാത്രമല്ല, ഇതിൽ തന്നെയാണ് NMR സ്പെക്ട്രോസ്കോപ്പിയും, അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ എലൂസിഡേഷനും, അതുപോലെ തന്നെ മാസ് സ്പെക്ട്ര, ഇനോർഗാനിക്, NMR എല്ലാ കാര്യങ്ങളും ഒറ്റ മൊഡ്യൂൾ ഗ്രൂപ്പ് തിയറി പ്ലസ് സ്പെക്ട്രോസ്കോപ്പിയിൽ തന്നെ ഫിസിക്കൽ, ഓർഗാനിക്, ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പീസ് ക്ലബ്ഡായി.
ഓക്കെ. ആൻഡ് തെർമോഡൈനാമിക്സിനെ ക്ലബ് ചെയ്തു. കെമിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. മുന്നേ കെമിക്കൽ തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സും രണ്ട് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിരുന്നെങ്കിൽ അത് രണ്ടും കൂടി 5th മൊഡ്യൂളിലേക്ക് സിംപ്ലി ക്ലബ് ചെയ്തു. അങ്ങനെ ഒരുപാട് ക്ലബിങ്ങുകൾ, മാറ്റങ്ങൾ, ഇപ്പം ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ഫോളോഡ് ബൈ കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് സർഫസ് കെമിസ്ട്രി അവരെയും ക്ലബ്ബ് ചെയ്തു. അത്തരത്തിൽ ബൾക്കി മൊഡ്യൂൾസ് ആയിട്ട് ക്ലബ്ബ് ചെയ്തു. ഓൾ ടുഗദർ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ കാണാവുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ഒരു 18 മൊഡ്യൂൾസ് ആയിട്ടാണ് ഇതിനെ കെമിസ്ട്രീനെ മൊത്തം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 18th മൊഡ്യൂൾ എന്നുള്ളത് ഡാറ്റ അനാലിസിസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ, ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ റിഗ്രഷൻ അനാലിസിസ്, ട്രിഗണോമെട്രിക് ആൻഡ് പാരബോളിക് ഫംഗ്ഷൻസ്, ഗ്രാഫ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു 18th മൊഡ്യൂളും ബാക്കി 17 ഒരു പ്യുവർ കെമിസ്ട്രി മൊഡ്യൂൾസുമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഓൾസോ മുന്നത്തെ സിലബസിലുണ്ടായിരുന്ന ഇൻ്റർ ഡിസിപ്ലിനറി ടോപ്പിക്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഈ ഒരു സെക്ഷൻ അങ്ങനെ ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ചെറിയ ബയസ്ഡ് ആയിട്ട് ചെറിയ ചായ്വുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് സിലബസിൽ അവിടെയും ഇവിടെയും ബയോമോളിക്യൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസിൽ കാണാനായിട്ട് കഴിയുകയും ചെയ്യും. സോ ഓൾ ടുഗദർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിലബസ് റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഒരു ഓവറോൾ റീകൺസ്ട്രക്ഷൻ അല്ല, ജസ്റ്റ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് ഒരു റീസ്ട്രക്ചറിങ് മൊത്തത്തിൽ സിലബസിൽ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമാണ് സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കെമിക്കൽ സയൻസ് സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് പറയാനായിട്ടുള്ളത്. ആൻഡ് അഡീഷണലി നോട്ട് ചെയ്യപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് വരുന്നത് ഈ ഭാഗത്താണ്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. പാർട്ട് സിയിലാണ് മാറ്റം. പാർട്ട് സിയിൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. 2017 റിവിഷനിലാണ് അങ്ങനെ ചേഞ്ച് കൊണ്ടുവന്നത്. 2017 ജൂണിന് മുന്നേ വരെ പാർട്ട് സിയിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2017 ജൂൺ മുതലാണ് അത് 60 ക്വസ്റ്റ്യനിലേക്ക് മാറ്റിയത്. സോ 60 ക്വസ്റ്റ്യൻ അവർ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് പാർട്ട് സി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് പ്രോബ്ലം ആണ്. ആൻഡ് ഇനിയാണ് മാറ്റം. ദ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് പാർട്ട് ഷാൾ ഹാവ് മൾട്ടിപ്പിൾ കറക്റ്റ് ഓപ്ഷൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ കറക്റ്റ് ഓപ്ഷൻസ് എന്നാൽ നമ്മൾ ഗേറ്റ് എക്സാമിനേഷനിലും ജാമിലും കാണുന്നത് പോലെ MSQs ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്, ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റായിട്ട് വരുന്ന ചോദ്യങ്ങൾ പാർട്ട് സിയിൽ ഇനി മുതലുള്ള എക്സാമിനേഷനിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആൻഡ് ദ ക്രെഡിറ്റ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഷാൾ ബി ഗിവൺ ഓൺലി ഓൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾ ദ കറക്റ്റ് ഓപ്ഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ജോഡിക്ക് മാത്രമാണ് മാർക്ക്. പല കോമ്പിനേഷൻസ് ഉണ്ടാവും, 1 and 2 കറക്റ്റ്, 1 and 3, 1 and 4. പല കോമ്പിനേഷൻസിനകത്ത് എക്സാക്റ്റ് കോമ്പിനേഷൻ ഏതോ അത് മാർക്ക് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടൂ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് പറയാനാണെങ്കിൽ എയും ബിയും ആണ് കറക്റ്റെങ്കിൽ നിങ്ങൾ എയും ബിയും അത് രണ്ടും മാർക്ക് ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടൂ. എയും ബിയും സിയും മാർക്ക് ചെയ്തത് കാരണം നിങ്ങൾക്ക് 0 മാർക്കേ കിട്ടാനുള്ളൂ. അല്ലെങ്കിൽ എ ബി ശരിയിൽ നിങ്ങൾ എ മാത്രം മാർക്ക് ചെയ്തു അതുകൊണ്ട് പകുതി മാർക്ക്, അങ്ങനെയൊന്നുമില്ല. എക്സാക്റ്റ് കോമ്പിനേഷന് മാത്രം മാർക്ക്, അല്ലാത്ത എവറിത്തിങ് 0. ആ ഒരു ആസ്പെക്റ്റാണ് ഇവിടെ വരുന്നത്. ആൻഡ് no credit shall be allowed in a question if any incorrect option is marked as correct answer. No partial credit is allowed. അതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ. അഡീഷണലി നെഗറ്റീവ് മാർക്കിംഗ് പാർട്ട് സിയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ ഒരു പോയിന്റ് നമുക്ക് ക്ലിയർ അല്ല. അത് വഴിയെ നമുക്ക് മനസ്സിലാക്കി കിട്ടേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് എ കാൻഡിഡേറ്റ് ഷാൾ ബി റിക്വയർഡ് ടു ആൻസർ എനി 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ മാറ്റമില്ല. സി പാർട്ടിൽ 60 ചോദ്യങ്ങളിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നത്. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ഷാൾ ബി ഓഫ് 4 marks. The total mark allocated to this section shall be 95 out of 200. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 95 വന്നത് എന്നുള്ളത് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒബ്വിയസ്ലി ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ്. ലാസ്റ്റ് ഫൈനൽ മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം 25 ക്വസ്റ്റ്യൻസിന് 4 മാർക്ക് വെച്ച് 25 into 4 100 out of 200 ആണ് വരേണ്ടത്. സോ ഹോപ്പ്ഫുള്ളി ലാസ്റ്റ് ഫൈനൽ ഡ്രാഫ്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൊട്ടിഘോഷിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കാനോ മാത്രം ആയിട്ടുള്ള ചേഞ്ചുകൾ സിലബസ് പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. പക്ഷേ ഈ ഒരു മാറ്റം എക്സാമിനേഷനിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യപ്പെടുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതികളിൽ മാറ്റം വരുന്നുണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദ സേഫസ്റ്റ് തിങ് ടു ഡു ഈസ് നെറ്റിന് മാത്രം പ്രിപ്പയർ ചെയ്യാതെ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക, ഗേറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഒബ്വിയസ്ലി MSQs അവിടെ കാണാൻ കഴിയും. ജാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക, ജാമിലും MSQസും NITസും എല്ലാം വരുന്നുണ്ട്. ആൻഡ് TIFR ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. സോ ഓൾ ടുഗദർ ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് നിങ്ങൾ എൻഹാൻസ്ഡ് ആയിട്ട് സിലബസ് കംപ്ലീറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൻ്റെ ലെവൽ വേരിയേഷനെ ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് എക്സാമിനേഷൻ നന്നായിട്ട് എഴുതാനായിട്ട് കഴിയും. അപ്പോൾ അത് എല്ലാ ആസ്പിറൻസും ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് കമ്മിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് എപ്പോഴത്തേക്കാണ് ഇംപ്ലിമെൻറ്റഡ് ആവുക? ഇമ്മീഡിയറ്റ്ലി വരാൻ പോകുന്ന 2026 ജൂൺ നെറ്റ് എക്സാമിനേഷനിൽ ഈ സിലബസ് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കറൻ്റ്ലി പറയാനായിട്ട് കഴിയുന്നത്. സോ ആ മാറ്റം നിങ്ങളാരും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിലബസ് ചേഞ്ചിന് ഒരു പ്രപ്പോസൽ വന്നിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് അതിൻ്റെ റെസ്പോൺസാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആസ് എ സ്റ്റുഡൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കും അവിടെ നിങ്ങളുടെ റെസ്പോൺസ് ഫില്ല് ചെയ്യാം.
ഓക്കെ, നിങ്ങളുടെ പേരും കോളേജും കാര്യങ്ങളും കൊടുത്തിട്ട് ഈ സിലബസ് ചേഞ്ച് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുവെന്നും ഏതെങ്കിലും ടോപ്പിക്സ് റിമൂവ് ചെയ്യണോ ഏതെങ്കിലും ആഡ് ചെയ്യണോ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടേതായ സജഷൻസ് നിങ്ങൾ കൊടുക്കാനുള്ള ഫീൽഡ് അവിടെ ഓപ്പൺ ആണ്. ആൻഡ് അതിൻ്റെ എൻഡ് ഡേറ്റ്, ആ ഗൂഗിൾ ഫോം ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്നുള്ളത് May 14th ആണ്. ഓക്കെ, May 14 ആ ഗൂഗിൾ ഫോം ക്ലോസ് ചെയ്യുന്നത്. സോ April 13th മുതൽ May 14th വരെ. അപ്പോൾ ആ റെസ്പോൺസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊപ്പോസ്ഡ് സിലബസ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഫൈനൽ കൺഫർമേഷൻ കിട്ടുക. സോ May 14th ശേഷം ഈ പറഞ്ഞ കമ്മിറ്റി കൂടിയിട്ട് ഈ സിലബസ് അംഗീകരിച്ചു എന്ന് വെച്ചോളൂ. അങ്ങനെ May 14th ശേഷം അംഗീകരിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നെറ്റ് എക്സാമിനേഷൻ നടക്കേണ്ടത് ജൂൺ മിഡിലാണ്. ജൂൺ 15th അല്ലെങ്കിൽ അറൗണ്ട് ജൂൺ മിഡ്. 15 എന്നുള്ളത് ജസ്റ്റ് ചുമ്മാ എഴുതിയതാണ്, ജൂണിൻ്റെ പകുതി എന്ന ഒരു അർത്ഥത്തിൽ. സോ ജൂൺ പകുതിയോട് കൂടി ആയിരിക്കും നെക്സ്റ്റ് നെറ്റ് എക്സാമിനേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ May 14 ശേഷം ഒരു കമ്മിറ്റി കൂടി ഒരു സിലബസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ സിലബസ് പ്രകാരം ഒരു പരീക്ഷ നടത്തുക എന്നുള്ളത് ഒബ്വിയസ്ലി സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു വലിയ പ്രൊട്ടസ്റ്റിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് മോസ്റ്റ്ലി അങ്ങനെ ഒരു ചിത്തപ്പേര് കേൾക്കാൻ ഒരു എക്സാമിനേഷൻ കമ്മിറ്റി ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ജൂൺ നെറ്റ് എക്സാമിനേഷൻ്റെ കേസിൽ കറൻ്റ്ലി നിങ്ങളുടെ സിലബസ് എന്തോ ആ സിലബസ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അത് പറയാൻ നമുക്ക് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് കൂടി ഉണ്ട്. CSIR നെറ്റ് എക്സാമിനേഷൻ്റെ CSIR HRDG വെബ്സൈറ്റിൽ നിങ്ങൾ എപ്പോഴും പോയിട്ട് CSIR നെറ്റ് കെമിക്കൽ സയൻസിൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രം ജൂൺ 2017 CSIR UGC നെറ്റ് എക്സാം ആൻഡ് ഓൺവേർഡ്സ്. ഇപ്പോഴും ഒഫീഷ്യലി പേജിൽ സിലബസിൽ അത് തന്നെയാണ് കിടക്കുന്നത്. 2017 വന്നിട്ടുള്ള റിവിഷൻ ഏതോ ആ റിവിഷൻ പ്രകാരമുള്ള എക്സാമിനേഷൻ തന്നെ ആയിരിക്കും നടക്കാമെന്നും പാർട്ട് A, പാർട്ട് B, പാർട്ട് C തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത്തരത്തിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് വെബ്സൈറ്റിൽ കിടക്കുന്നത്. സോ ജൂൺ നെറ്റ് എക്സാമിനേഷനിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മറ്റ് ഔട്ട്സൈഡ് നോയ്സിൽ നിന്നെല്ലാം സെപ്പറേറ്റഡ് ആവുക. യു ജസ്റ്റ് ഫോക്കസ് ഓൺ ഈ പ്രിപ്പറേഷൻസ്. നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് തന്നെ വളരെ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്ത് കൃത്യമായ രീതിയിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക. അതാണ് നിങ്ങൾ കറൻ്റ്ലി ചെയ്യേണ്ടുന്നത്. അതല്ലാതെ സിലബസ് മാറുമോ, MSQs നോക്കണോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ആരും ഇപ്പോൾ ആകുലപ്പെടേണ്ടതില്ല. ഓക്കെ അല്ലേ? ഇനി ഡിസംബർ നെറ്റ് എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ പറഞ്ഞ സിലബസ് റിവിഷൻ, ഈ പ്രൊപ്പോസ്ഡ് സിലബസ് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ന്യൂ സിലബസ് ആയിരിക്കും ഡിസംബർ നെറ്റ് എക്സാമിനേഷൻ എഴുതുന്നൊരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്നത്. അഡീഷണലി MSQസിൻ്റെ പ്രാക്ടീസും അവിടെ വേണ്ടുന്നുണ്ട്. സോ ഡിസംബറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ലോങ് ടേം സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ആസ്പിരൻ്റ് എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു സിലബസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലിങ്ക്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ചേർക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബെൻസിൽ ലേണിങ്ങിൻ്റെ കേരള കെമിസ്ട്രി കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടെ, കമ്മ്യൂണിറ്റി ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കീപ് ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്.